ഹലോ എൻ്റെ മക്കളെ, എല്ലാവരും എന്തിയേ? എല്ലാവരും ചോറൊക്കെ കഴിച്ചാ? ചായ കുടിക്കുന്ന സമയം. അത് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലായിരുന്നു. അത് ഞാൻ വെച്ചത് ചോറ് കഴിക്കാമെന്ന്. തോനെ കറിയൊന്നും വെച്ചില്ല പൊന്നുവന്നെ. തോനെ കറിയൊന്നും വെച്ചില്ല. എന്നിട്ട് സാമ്പാറാണ് ഇഷ്ടം. സാമ്പാറൊന്നും വെച്ചില്ല. പരിപ്പ് ഒത്തിരി ദിവസമായി പരിപ്പും ചോറും ഒക്കെ കൂട്ടിയിട്ട് തോരൻ എല്ലാം ചിരിച്ച പപ്പടം. ഇറച്ചി വേണ്ട, ഇറച്ചിയാണെങ്കിൽ ഇരിപ്പുണ്ട് ഇറച്ചി. പിന്നെ മാങ്ങാച്ചാറ്, പിന്നെ ചൂടുവെള്ളം. ഇത്രയും കഴിച്ച് തീർന്നിട്ട് പിന്നെ ഞാൻ ഇച്ചിരി ഒരു മധുരം വെച്ചിട്ടുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ ബർമസരി കൂട്ട് ഒരു കവറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എന്തിനാ വെച്ചത്? പനലായി കളയുന്നത്. ഇതെൻ്റെ കുഞ്ഞു കലം എന്ന് വിചാരിക്കുന്നത് ഞാൻ കാണിക്കണമെന്ന് ഞാൻ ഇച്ചിരി ഇതൊഴിച്ച്. അണ്ണൻ കടയിൽ പോയിട്ട് വന്നില്ല. എൻ്റെ മോനെ ഇവിടെ ഉണ്ട്, മോനാ വീഡിയോ എടുക്കുന്നത്. ഇത്തിരി മധുരം കഴിച്ച് എന്നാണ്ട ചോറ് തിന്നിട്ട് ഇത്തിരി മധുരം കഴിച്ച് സീരിയലും കണ്ട് കിടന്നങ്ങ് ഉറങ്ങാമല്ലേ. എന്താ പറയുക, എല്ലാവരും ഞാൻ താത്തയെ ഉമ്മയും എന്നെ 2-3 ദിവസം കൊണ്ടേ 3 മുക്കിൽ ഒരു താത്ത തിരക്കുന്നെന്ന് അണ്ണൻ പറയുന്നു. എനിക്കറിയാം, ആ താത്ത എനിക്കറിയാം. ഇവിടെ നസീർ കാക്ക എന്ന് പറഞ്ഞിട്ട് കാക്ക ഇവിടെ ഉണ്ടായിരുന്നു താമസത്തിന്. ഷെയറേയും സജീറും മക്കളാണ്. താത്തയുടെ പേര് സത്യം പറയാൻ എൻ്റെ മനസ്സിലില്ല. ഈ താത്തമാരുടെ പേരെല്ലാം ഒരേ കണക്കിരിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലില്ല സത്യം പറയാം. അതിൽ ആ താത്തയുടെ നാത്തുവും അളിയും താമസിക്കുന്ന 3 മുക്കിലാണ്. സത്യം പറഞ്ഞാൽ ആ താത്ത എൻ്റെ അടുത്ത് വലിയ സ്നേഹം. എൻ്റെ കൂടെ മോളോടെ അണ്ണനോടെ എല്ലാവരുടെയും മിണ്ടിയും പറയുകയും ചെയ്യും. ഒത്തിരി ദിവസം കൊണ്ടേ പറയുന്നത് എന്നെ ഒന്ന് കാണണമെന്നൊക്കെ, പക്ഷേ ഇതുവരെയും കണ്ടില്ല. അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു താത്തയുടെ പേരെനിക്കറിയത്തില്ല, താത്തയെന്നാണ് വിളിക്കുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളില്ല, നമ്മളെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങൾ തന്നെ. ആ താത്തയെ എനിക്ക് ഒത്തിരി സ്നേഹം. സത്യം പറഞ്ഞാൽ ഒത്തിരി ദിവസമായി കണ്ടിട്ട് തന്നെ. അന്ന് കാണും, അങ്ങനെ അണ്ണനെ വിളിച്ചു നിർത്തി പറയുകയും ചെയ്യും. പിന്നെ ആ താത്തയൊക്കെ ഇവിടെ ഇല്ല, ഇവിടെ ഷെയറുടെ ഉമ്മയൊക്കെ ഇവിടെ ഇല്ല. അവർ വിറ്റുപിറക്കി മഞ്ഞപ്പറയിലെ താമസം, സുഖമായ ജീവിതം, കൊച്ചുമക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇപ്പോഴും നമുക്ക് അങ്ങനെ ബന്ധമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മിണ്ടിയും പറയും, ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരെയും ഞാൻ തിരക്കുന്നുണ്ട്. താത്തയും ഉമ്മയും താത്തമാരൊക്കെ നല്ല സ്നേഹമായിട്ടോ. പിന്നെ ചേട്ടനെയും ചേച്ചീനെയും അനിയന്മാരെയും എല്ലാവരെയും തിരക്കുന്നു. എല്ലാവരും എനിക്ക് ഒത്തിരി ഇഷ്ടം. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ശരി, എന്നാൽ വയ്ക്കട്ടെ മക്കളെ. നാളത്തെ വീഡിയോ കാണാം കേട്ടോ. ശരി എന്നാൽ.